ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി അബ്രോഡ് വിത്ത് ഡോക്ലിങ്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡോക്ലിങ്കിന്റെ എഡു ലോൺ ചെക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടോ കിട്ടില്ലെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് പോണതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്ന doclink.com. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ നാവ് ബാറിൻ്റെ ഉള്ളിലെ ഈ മെനു ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വൺസ് അത് പ്രസ് ചെയ്ത ശേഷം എഡു ലോൺ ചെക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫോം വരും. ഈ ഫോം ബേസിക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കണേ. അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് എല്ലാം കൂടി വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. വൺസ് ഫില്ല് ചെയ്ത ശേഷം നമ്മുടെ ചെക്ക് മൈ എലിജിബിലിറ്റി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് വെയിറ്റിംഗ് ടൈമിനുള്ളിൽ നമുക്ക് എത്ര ചാൻസ് ഉണ്ട് ആ ലോൺ കിട്ടാന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇപ്പം നമ്മുടെ ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതായത് 90% ചാൻസ് ഉണ്ട് നമുക്ക് ലോൺ കിട്ടാൻ. അപ്പം നമുക്ക് റിക്വസ്റ്റ് കോൾ ബാക്ക് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലെൻഡറായിട്ട് അപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക്, എന്നിട്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ലിങ്കിന്റെ എഡു ലോൺ ചെക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇതിലെല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡോക്ലിങ്കിന്റെ എഡു ലോൺ ചെക്കർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടോ കിട്ടില്ല എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ കയറി ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ലോൺ കിട്ടോ കിട്ടില്ലെന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലെൻഡറായിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്പം തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ലോണിന്റെ പ്രോസസ്സിംഗ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോക്ക് പോണതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.